വെൽഡർമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജേഷ് ജി അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഓൾ അയൺ വെൽഡേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വലിയറത്തല പരുത്തൻപാറ SALPSൽ രാജേഷ് ജി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓൾ അയൺ വെൽഡേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് NP അധ്യക്ഷത വഹിച്ച ചടങ്ങ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. രാജേഷിന്റെ അനുസ്മരണ യോഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ ചേരുന്നത്. ശരിക്കും രാജേഷ് ഇവിടെ പഠിച്ചു, ഈ സ്കൂളിൽ പഠിച്ചു വളർന്ന കുട്ടിയാണ് രാജേഷ് എന്ന് അറിയാൻ സാധിച്ചു. രാജേഷിനെ നമുക്ക് പിരിഞ്ഞതിൽ അഗാധമായ ദുഃഖമുണ്ട്. നമ്മളും അത് അറിഞ്ഞു എന്നുള്ളതിലും നമ്മുടെ സ്കൂളിനെ തന്നെ, നമ്മുടെ കുട്ടികളെ ഓർമ്മിച്ച് ഈ സ്കൂളിനെ തന്നെ ഈ അനുസ്മരണ യോഗത്തിൽ ചേർന്നുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ബുക്കും മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഭാരവാഹികൾ ചെയ്തിരിക്കുകയാണ് രാജേഷിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. ശരിക്കും അവരുടെ രക്ഷകർത്താവിനും നാട്ടുകാർക്ക് തീരാ ദുഃഖമായി തീർന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് ഇന്ന് 20 ദിവസത്തോളം ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ വിട്ടുപോകുമ്പോൾ എത്രമാത്രം ദുഃഖമുണ്ടോ അതിലേറെ ദുഃഖമാണ് അവരുടെ രക്ഷകർത്താക്കൾക്ക്. ഈ രാജേഷിന്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എത്രമാത്രം ദുഃഖം അവരനുഭവിക്കുന്നു എന്നുള്ളതും നമ്മൾ വേദനയോടെ ഓർമ്മിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മറ്റ് നാട്ടുകാർക്കും എല്ലാവരുടെയും പേരിലുള്ള അനുസ്മരണ യോഗം ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. AIWA തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജീവ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സനിൽകുമാർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇങ്ങനെ ഈ സംഘടനയുള്ളവരെന്നെ എന്നോട് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന രാജേഷിന്റെ ഒരു അനുസ്മരണം നമുക്ക് സംഘടിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വയ്ക്കാം, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ, നമ്മളെ എല്ലാ പ്രതീക്ഷകളോടും കൂടി നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് രാജേഷ്. അദ്ദേഹം ബിൽഡിംഗ് മേഖലയിലാണ് പ്രവേശിച്ചതെങ്കിലും നല്ല രീതിയിൽ തന്നെ പണി ചെയ്ത് വരുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തെ ഓർക്കുകയും അപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് തന്നെ ഒരു അനുസ്മരണം അദ്ദേഹത്തിന് നന്ദിയായി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് എന്നെ അറിയിക്കുകയും അതിനുവേണ്ടി നമ്മുടെ MLA പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പറിനെയും എല്ലാവരെയും ക്ഷണിച്ച് പിന്നെ പാവപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികളുടെ പേര് തിരഞ്ഞെടുത്ത് അവർക്കുള്ള ധനസഹായവും കൊടുക്കാം എന്നറിയിച്ചു. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ ആ കാര്യം സ്വീകരിച്ചു. എന്നാണ് ആദ്യം സമീപിച്ച് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തത്. പുള്ളി ആദ്യമായിട്ടുള്ള ഒരു സംഘടനയിലെ മെമ്പറായി. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് 3 വർഷം കൊണ്ട് പുള്ളി കമ്പാരിറ്റീവ് മെമ്പർഷിപ്പ് എല്ലാം പുതുക്കി പോയതാണ്. പക്ഷേ 4ാമത്തെ പ്രാവശ്യമായപ്പോൾ പുള്ളി സകലം ലേറ്റ്. ആ സമയത്താണ് ഈ അപകടം. നമ്മുടെ തൊട്ടടുത്ത് തിരുമല തൃക്കണ്ണാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് റൂഫ് വർക്കിന്റെ ഇടയിൽ 3ാമത്തെ നിലയുടെ മേളിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു. അങ്ങനെയാണ് പുള്ളി ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നു. അത് കഴിഞ്ഞ് മരണപ്പെട്ടു. നമുക്ക് വളരെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് നമുക്ക് ഈ തിരുവനന്തപുരത്ത് വേറെ ഒരു അപകടം ഇതിനിടയിൽ നടന്നു. പുള്ളി എന്തായാലും സൂപ്പറാവിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല, നെടുമങ്ങാട് ആണ്.
അപ്പം അതേപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തുടർന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.